ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 32 സെൻറ്റിമീറ്റർ ആണ്. ഈ സമചതുരത്തിൻ്റെ വശങ്ങളുടെ അതേ നീളമുള്ള വശങ്ങളോട് കൂടിയ ഒരു സമഷഡ്ഭുജത്തിൻ്റെ പരപ്പളവ് ഉണ്ട്. നമുക്ക് സമചതുരം എന്ന് പറഞ്ഞാൽ എല്ലാ വശവും തുല്യമാണ്. ഇവിടെ നമ്മൾ എല്ലാ സൈഡിലും വശത്തിൻ്റെ നീളങ്ങൾ എ ആണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വശങ്ങളുടെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4 വശവും കൂടി ആഡ് ചെയ്തതായിരിക്കും. അപ്പോൾ എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എ, അതായത് 4a എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 32 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 4 വശവും കൂടി കൂട്ടിയാലുള്ള നീളം 32. ഇത് നമുക്ക് 4a = 32. ഇതിൽ നമുക്ക് a എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 32 ÷ 4, 8 സെൻറ്റിമീറ്റർ ആണ് ഒരു വശം എന്ന് നമുക്ക് കിട്ടി. നമ്മൾ ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? സമഷഡ്ഭുജത്തിൻ്റെ പരപ്പളവ് എന്താണെന്നാണ്. പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ചതുരത്തിൻ്റെ ഈ സമചതുരത്തിൻ്റെ അതേ വശങ്ങളാണ് ഈ ഷഡ്ഭുജത്തിൻ്റെ വശങ്ങൾ. ഓക്കെ, അപ്പോൾ ഒരു സമഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ അതിൽ എന്തുണ്ടാവും? 6 ത്രികോണങ്ങളുണ്ടാവും. ഷഡ്ഭുജത്തിൻ്റെ ഒരു വശം എ ആയിരിക്കും. ഓക്കെ, അങ്ങനെ 6 വശങ്ങളുണ്ടായിരിക്കും. അത് നമുക്ക് 6a എന്ന് എഴുതാം. 6 വശങ്ങളും കൂടി ആകെ തുക 6 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് എ എന്ന് പറഞ്ഞാൽ 8 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ സമഷഡ്ഭുജത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ഈ സമഷഡ്ഭുജത്തിൻ്റെ ഉള്ളിലെ ത്രികോണങ്ങൾ എന്ത് ത്രികോണങ്ങളായിരിക്കും? സമഭുജ ത്രികോണങ്ങളായിരിക്കും. നമുക്ക് സമഭുജ ത്രികോണത്തിൻ്റെ വിസ്തീർണം കാണുന്നതിനുള്ള ഇക്വേഷന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഏരിയ കാണാനുള്ള ഇക്വേഷൻ a = √3/4 a², √3/4 a². അപ്പം ഇതിൽ 6 ത്രികോണങ്ങളുള്ളത് കൊണ്ട് നമ്മൾ ഒരു ത്രികോണത്തിൻ്റെ വിസ്തീർണത്തിനെ പരപ്പളവിനെ 6 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 6 ഗുണിക്കണം 3/4 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ a² എന്ന് പറഞ്ഞാൽ 8 × 8. ഇത് നമ്മൾ 4ഉം 8ഉം തമ്മിൽ കട്ട് ചെയ്തു. 2. അപ്പോൾ നമുക്ക് 2 × 8 16 ഗുണിക്കണം 6. 6 6 36 6, ബാക്കി 3, 6 6 3 9, 96 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ഒരു √3 കൂടിയും ബാലൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 96 √3 എന്ന് ആൻസർ ലഭിച്ചു. നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ ആൻസർ അവിടെ കാണാവുന്നതാണ്. 96 √3 cm² ആണ് നമ്മുടെ ആൻസർ.